നമസ്കാരം. ബാങ്ക് സോണിലേക്ക് സ്വാഗതം. ശ്രീനിവാസ വൈ സാർ, നമസ്കാരം. നമസ്കാരം. മുദ്രാവായ്പകൾ തന്നെയാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ള വിഷയം. അതുകൊണ്ട് ഈ ഒരു സംശയം കൂടി മുദ്രാവായ്പയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സെഗ്മെന്റിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ മുദ്രാവായ്പകൾക്ക് ഗവൺമെന്റ് എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വായ്പകൾക്ക് CGTMSE എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അത് ടേം ലോണിനും വർക്കിംഗ് ക്യാപിറ്റലിനും ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അത് കൊളാട്ടറലിന് പകരമാണ് ഈ ഗ്യാരണ്ടി. അതുകൊണ്ടാണ് കൊളാട്ടറൽ സെക്യൂരിറ്റി എടുക്കാത്തത്. ഈ ലോൺ വെച്ചിട്ട് എന്താണോ എന്താണ് സ്റ്റോക്കോ മെഷീനറിയോ ആർജിക്കുന്നത് അത് മാത്രമാണ് പ്രൈമറി സെക്യൂരിറ്റി. മുദ്രാ ലോണുകൾക്ക് അതാണ് കൊളാട്ടറൽ സെക്യൂരിറ്റി ഇല്ല എന്ന് പറയുന്നത്. ഈ കൊളാട്ടറൽ സെക്യൂരിറ്റിക്ക് പകരം ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞൊരു കാര്യം, ഒരാൾ ലോൺ എടുത്തിട്ട് ഇത് ചെയ്തില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ലോൺ എപ്പോൾ NPA ആയോ അപ്പോഴത്തേക്കും ഈ ഗ്യാരണ്ടി കവർ കൊടുത്തിരിക്കും. ആ ഗ്യാരണ്ടി കവർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബിസിനസ് ലോസ് ആണെന്ന് വയ്ക്കാം. എന്തെങ്കിലും കാരണം, ചിലപ്പോൾ കോവിഡ് ആയിരിക്കും, പല കാരണങ്ങളായിരിക്കും, ചിലപ്പോൾ വെള്ളപ്പൊക്കം എന്തുവാകും. അദ്ദേഹം ആ ബിസിനസ് പുനരുജ്ജീവിപ്പിക്കണവരെ ഈ ഗ്യാരണ്ടി ഉണ്ടാകും. അദ്ദേഹം അത് പുനരുജ്ജീവിപ്പിക്കുകയാണ്, ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണെന്ന് ബാങ്കിൽ അതിൻ്റെ രേഖകൾ മൂലം തെളിവ് സഹിതം കൊടുത്താൽ ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുക. കാര്യം ഇത് സംഭവിച്ചതാണ്. അദ്ദേഹം നടപടി സ്വീകരിക്കാൻ പറ്റില്ല. കൊളാട്ടറൽ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, ജപ്തി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ജപ്തിയൊന്നും ആ വ്യക്തിയുടെ ഇതുണ്ടല്ലോ, ആ വ്യക്തി ഇൻഡിവിജ്വൽ ഗ്യാരണ്ടർ ആണല്ലോ. മനസ്സിലായി? ആ ആള് ഗ്യാരണ്ടർ. അദ്ദേഹത്തിന്റെ കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആസ്തി ബാധ്യതകൾ ബാങ്കിന് അറ്റാച്ച് ചെയ്യാം. സ്വന്തമായിട്ട് ആസ്തിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിലോ? ആസ്തിയില്ല, എന്തെങ്കിലും ആസ്തി കാണുമല്ലോ. ഇല്ലെങ്കിൽ പോയില്ലേ, ഇദ്ദേഹം സിബിലി വന്നില്ലേ. ആസ്തി ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നാളെ എന്താണെന്നും പറഞ്ഞ് പുറത്തു പോയിട്ട് നമുക്ക് സാമ്പത്തിക ഇതില്ലാണ്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പുറത്തു പോയിട്ട് ഒരു ലോണോ ഒന്നുമില്ല. ഇപ്പോൾ സ്വർണ്ണപ്പണയം വെക്കാൻ പോലും സിബിൽ നോക്കുന്നുണ്ട്. സിബില് ഇത് കുറവാണെങ്കിൽ സ്വർണ്ണപ്പണയം പോലും എടുക്കുകയില്ല എന്ന് വേണമെങ്കിൽ ബാങ്കുകൾക്ക് പറയാം. ഇപ്പോൾ നോക്കിയാൽ സ്വർണ്ണപ്പണയം വെക്കുമ്പോഴത്തേക്ക് സിബിൽ ചാർജസ് ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ സിബില് റേറ്റിംഗ് കുറവാണെങ്കിൽ സ്വർണത്തിന് കൊടുക്കുന്ന ആ വോളിയം ഉണ്ടല്ലോ അത് കുറയ്ക്കും. കാര്യം റിസ്ക് കവറേജ് നോക്കും. ഇതൊന്നും പറഞ്ഞൊന്നും വരികയില്ല. നോക്കിയിട്ട് പറയും ഇപ്പോൾ പുതിയ പ്രൈവറ്റ് ഇതിൽ പോകുമ്പോൾ കിട്ടും, ചിലപ്പോൾ 1 ഗ്രാം ഇത്ര കിട്ടും, ബാങ്കിൽ ചെല്ലുമ്പോൾ ഇല്ല ഇതിന് ഇത്രേ കിട്ടുള്ളൂ കേട്ടോ, 2000 കിട്ടുള്ളൂ. അത് ഇതാണെന്ന് പറയാനായിട്ട് ഒരു റീസൺ ഇതായിരിക്കാം. എല്ലാം അതാണെന്ന് പറയുന്നില്ല, ഇതായിരിക്കാം. അപ്പോൾ ഗവൺമെൻറ് എല്ലാ തരത്തിലും കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പദ്ധതി വിജയിപ്പിക്കുക അവരുടെ ബാധ്യതയാണ്. പിന്നെ നമ്മൾ ഇത്രയും കാലം ലോൺ എടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ പ്രമാണമോ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ സർക്കാർ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ MSME സെക്ടർ വളരണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, റെയിൽവേ, പല സ്ഥാപനങ്ങളും അവർ കുറേ ഇത് വാങ്ങിക്കുമല്ലോ. അവർക്ക് റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എത്രയോ 60% മറ്റോ MSME മുദ്ര ആ ലോൺ അവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കണമെന്ന് റൂളുണ്ട്, റെയിൽവേ ഉൾപ്പെടെ. പണ്ട് പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കാൻ, ഇപ്പോൾ അതല്ല, MSME ഇൻഡസ്ട്രിയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ, ഇതിൽ പ്രോത്സാഹിപ്പിക്കാനാണ്. മനസ്സിലായി? ഇത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇത് കൊണ്ടുവരണമെന്ന്. പിന്നെ ഈ MSMEയിൽ പലരും പല സ്കീമുകൾക്ക്, ഇപ്പോൾ കൊപ്രയുടെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ അതിൻ്റെ കോക്കനട്ട് പ്രോഡക്ട്സ്, ഇതിന് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൽ നിന്ന് ഒരു സബ്സിഡി കാണും. മനസ്സിലായ? പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, പല തരത്തിലുള്ള ബിസിനസ് ഉണ്ടല്ലോ. ഇപ്പോൾ കൈത്തൊഴിലുകൾ, ചിലപ്പോൾ ഹാദി എന്നുള്ളത് കാണും. മനസ്സിലായി? ഹാദി, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ പപ്പടപ്പണി കൈത്തൊഴിലാണ്, ആ പപ്പടപ്പണിക്കും ചിലപ്പോൾ സബ്സിഡി കാണും. ഇത് ചെറിയ എമൗണ്ട്. കാര്യം ഗവൺമെൻറ് ബഡ്ജറ്റ് അലോക്കേഷനിൽ ജനങ്ങൾക്ക്, കാര്യം എല്ലാവർക്കും ഗവൺമെൻറ്റിന് ജോലി കൊടുക്കാൻ പറ്റുക, അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത് ചെയ്യണം. എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റാത്ത കൊണ്ട് ഈ ആൾ എന്തെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് പ്രോത്സാഹനമായിട്ടാണ് സബ്സിഡി കൊടുക്കുന്നത്. പക്ഷേ ഒരിക്കലും സബ്സിഡി കിട്ടാനായിട്ട് ഒരു സ്കീം തുടങ്ങരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡിയുടെ പുറകിൽ വേറൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് സബ്സിഡി കൊടുത്തിട്ട് ഈ സബ്സിഡി കിട്ടാനായിട്ടാണ് ഇദ്ദേഹം ഈ പദ്ധതി നടത്തിയതെങ്കിൽ നാളെ ഈ സബ്സിഡി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ഈടാക്കാൻ പറ്റും. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനം കൊടുക്കുന്നതാണ്. പക്ഷേ അത് കിട്ടേണ്ടതൊരു പ്രോത്സാഹനമായിട്ട് കണ്ടിട്ട് പദ്ധതി തുടങ്ങരുത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ വർഷവും സബ്സിഡി ഉണ്ട്, അവർ തീർച്ചയായിട്ടും കൊടുക്കും. അത് ഏതാണ് പെട്ടെന്ന് എന്നിട്ട് ബ്രാഞ്ചിൽ ചോദിക്കരുത്. ബാങ്കുകാർക്ക് അറിയില്ല ഇത്. അവരുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലൊക്കെ അന്വേഷിച്ച് ഇന്ന സ്കീമുകളുണ്ട്, അതിനെന്തെങ്കിലും സബ്സിഡി ഉണ്ടോ, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പലിശ കുറയും. അവർ റെക്കമെൻഡ് ചെയ്താൽ അതിന് പലിശ ഇത്രയാണെന്നും പറഞ്ഞ് ചിലപ്പോൾ 0.25 ഒക്കെ ആയിരിക്കും. ആ 0.25 എന്ന് പറയുമ്പോഴും EMIയിലും നല്ല വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ നോക്കാം. പക്ഷേ ഇതെല്ലാം ബാങ്കുകാരോട് ചെന്നിട്ട് ഇതിന് സബ്സിഡി ഉണ്ടോ എന്ന് ചോദിക്കരുത്. ബാങ്കുകാർ പോലും അറിയില്ല. ഇത് ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയിലൊക്കെയാണ് ഈ സ്കീം അറിയുള്ളൂ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയിൽ. ബാങ്ക് മാനേജറൊന്നും ഇത് അറിയണമെന്നില്ല. പക്ഷെ നമ്മളൊരു പദ്ധതി തുടങ്ങുമ്പോൾ നമ്മൾ നോക്കുക, പ്രത്യേകിച്ച് മുദ്രാ വായ്പയിൽ
എന്താണോ നിങ്ങൾ തുടങ്ങുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് എന്തൊക്കെ സഹായങ്ങൾ ഇതിന് കിട്ടുമെന്ന് വെച്ചാൽ അത് നമ്മൾ വാങ്ങിച്ചെടുക്കുക. ഓക്കെ, അതാണ് മുദ്രവായ്പ എന്ന് പറയുമ്പോൾ നമ്മുടെ അതൊരു വലിയ സബ്ജക്റ്റാണ്. അതെ, നമ്മുടെ സർക്കാർ കുറെ എപ്പിസോഡുകളായിട്ട് നമ്മൾ തന്നെ സംസാരിച്ചു. നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുന്നു. അതെ, ചിലപ്പോൾ രക്ഷകർത്താക്കൾ പോലും നമുക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കാൻ വലിയ പാടാണ്. അവിടെയാണ് ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുജനങ്ങളാണ്. അതെ, ഇന്ത്യയിലെ 145 കോടി ജനങ്ങളാണ് ഈ ഒരാളുടെ ഇതിന് വേണ്ടിയിട്ട് ഗ്യാരണ്ടി. അല്ലാണ്ട് ഈ പറയുന്ന രാഷ്ട്രീയക്കാർ BJP ഭരിച്ചാലും ആര് ഭരിച്ചാലും അവർ വീട്ടിൽ നിന്നുള്ളതൊന്നുമല്ല, നമ്മുടെ ഇതാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ഗവൺമെന്റ് തയ്യാറായി എന്നുള്ളതാണ്. ആരെങ്കിലും മുദ്രവായ്പ തിരിച്ചടച്ചില്ല എന്ന് വലിയ അഹങ്കാരത്തോടെ പറഞ്ഞാൽ നമുക്ക് പറയാം, ഞങ്ങളുടെ കൂടെ കാശാണ്. തീർച്ചയായിട്ടും സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ അനർഹരായിട്ടുള്ള ആളുകൾ ഇത് വാങ്ങിയെടുക്കാൻ വേണ്ടിയുള്ള പ്രൊജക്ടുകൾ ഉണ്ടാക്കാതിരിക്കുക, അർഹതപ്പെട്ടവർക്കുള്ള അവസരങ്ങൾ നിഷേധിക്കുക. അനർഹരായാലും ഒരു കാരണവശാലും അർഹതപ്പെട്ടവർ തന്നെ തേരാപ്പാര നടക്കും. അനർഹരായവർ കിട്ടുകയില്ല. അല്ലെങ്കിൽ അതുപോലെ ഗിമ്മിക്ക് കളിക്കും. അതുപോലെ ഗിമ്മിക്ക് കളിച്ച് മാത്രമേ ഇത് നടക്കുള്ളൂ. കാര്യം അർഹരായവർ തന്നെ കിട്ടാനായിട്ട് കുറെ ഇതുണ്ട്. കാര്യം എന്താണ്, ഒരു ബാങ്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും പറയുന്നു ബാങ്ക് മാനേജർ എന്നില്ല, ഇന്റേണൽ ഓഡിറ്റ് ഇൻസ്പെക്ഷനുണ്ട്, അതുകൂടാണ്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഉണ്ട്, മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് റീജിയണൽ ലെവൽ ഇതുണ്ട്, അതുകൂടാണ്ട് ബാങ്കിൻ്റെ ഓരോ സെക്ഷൻ മീൻസ് ഓഡിറ്റ് വരും. ഇതൊക്കെ പുറത്തുനിന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേമുകളാണ്. ഒരേ ആളായിരിക്കില്ല അടുത്ത പ്രാവശ്യം വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഉത്തരം പറയണം. 2, എല്ലാ ബാങ്കുകളുടെയും 49% ഷെയറുകൾ പൊതുജനത്തിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ പൊതുജനങ്ങളുടെ ആനുവൽ ജനറൽ എല്ലാവരും പറയും എന്തിന് ഷെയർ വിൽക്കുന്നു എന്ന് ചോദിക്കും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയണം. ഇപ്പൊ കേരളത്തിൽ ചില സ്ഥാപനങ്ങളുണ്ട് കംപ്ലീറ്റ് ഗവൺമെന്റിന്റെയാണ്, കെയിൽ തുടങ്ങുന്നതാണ്. എന്താണ് അതിന്റെ അവസ്ഥ? പക്ഷെ ഇത് വല്ലതും ഷെയർ ഇഷ്യൂ ചെയ്താൽ അതിലെ എംപ്ലോയീസിന് തന്നെ ഷെയർ എടുക്കാൻ പറ, ഇല്ലേ? അതെടുക്കുമ്പോൾ ഇതിന്റെ കളി മാറും. കാര്യം എന്ന് വെച്ചാൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഈ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി ഒരു ഓഡിറ്റ് നടക്കും. അതൊക്കെ ഈ ബാങ്കുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബാങ്ക് വെറുതെ ബ്ലൈൻഡ്ലി പറയരുത്, ഇതിന് അതിൻ്റെതായ പല തട്ടിലുള്ള അന്വേഷണങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. മറ്റൊരു വിഷയമായി അടുത്ത തീർച്ചയായിട്ടും.